ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ രാവിലെ ഒരു 4:30 4:45 എണീച്ചു. റമദാൻ ആയതുകൊണ്ട് നമ്മൾ പെലച്ചക്ക് നീച്ചൊക്കെയാണ് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ നീച്ചിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എന്താ പറയുക ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് മേടിക്കാണ്ടായിരുന്നു. ഒരു മിനി വ്ളോഗാണ് കേട്ടോ. എല്ലാതൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എനിക്ക് ഫ്രെയിമായിരുന്നു കേട്ടോ വർക്ക് ഉണ്ടായിരുന്നത്. ഫ്രെയിമും പിന്നെ ഒരു മിനി ആൽബം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തു. പിന്നെ അതൊരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഹാർട്ട് ഷേപ്പായിരുന്നു കേട്ടോ പറഞ്ഞത്. ഇത് ബേബി ബർത്തിൻ്റെ പറയുക ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. എന്നും അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കതിൽ നിന്ന് കിട്ടിയതിന്ന് ഒരു 500 റുപ്പീസ് ഞാൻ എൻ്റെ ഉണ്ടിയൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. ഉണ്ടിക എന്നാണ് ഞങ്ങൾ പറയാറ്. നിങ്ങളെന്താ പറയാറെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ 500 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ ഇടാറുള്ളൂ. ബാക്കി വേറെ ഉണ്ടികയിലുണ്ട്. അത് ചെറിയ ചില്ലറ പൈസ മാത്രം. അങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനക്ക് വൈകിട്ട് ഒരു സ്നാക്കായിട്ട് ഞാനൊരു പഴം നെയ്യൊക്കെ വാട്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തല്ല രാവിലെ ആയിരുന്നു കേട്ടോ ഞാൻ കൊടുത്തത്. ഒരു ഉച്ചക്ക് 11 മണി 12 മണി ആ ടൈമിലായിരുന്നു കൊടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇതെൻ്റെ എന്താ പറയുക പുതിയ ഒരു ഫയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫോൾഡർ. അപ്പോൾ അതിൽ ഓരോ ഫോൾഡറിലും ഓരോന്നോരോന്നായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കോളായിട്ടായിരുന്നു കിടന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും വിൻറ്റേജ് തീമിലുള്ളത് ഒരു സെറ്റപ്പിൽ, അതുപോലെ എന്താ കുറച്ച് മറ്റേത് വേറെ സെറ്റപ്പിൽ, അങ്ങനെ വേറെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കീ ചെയിനും കൈ ചെയിനും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് വീക്കിലി പ്ലാനർ വെച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീക്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് എൻ്റെ പെൻസിലാണ് കേട്ടോ. കാണുമ്പോൾ പെന്ന് പോലെ ഇരിക്കും, പക്ഷെ ഇത് പെൻസിലാണ് കേട്ടോ. നല്ല അടിപൊളിയുണ്ട്, എഴുതാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല കളറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെൻസിൽ. ഓക്കെ, നമുക്കിനി പ്ലാനർ സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നുമില്ല. ഞാനിപ്പോൾ വീട്ടിലിരിക്കുക തന്നെയാണ്. റമദാൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റപ്പായിട്ടിരിക്കുകയാണ്. ക്ലാസ്സൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ഡേറ്റും അതുപോലെ മന്ത്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി എഴുതി. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ ഒന്ന് നോട്ട് ചെയ്തിട്ടു. അതുപോലെ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ എഴുതി. അതിലിപ്പോൾ ഒരു വീഡിയോ ഓൾമോസ്റ്റ് 6K വരെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. അതിൽ 10 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്കൊരു ഹാപ്പിനെസ്സാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ 6K ഒക്കെ വരുന്നത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. സോ എന്തായാലും ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 100 പേര് കാണുന്നതിൽ ആകെ 1-2 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീക്ക്ലി പ്ലാനറൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തു. പിന്നെ അതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് മേടിക്കാറില്ല. സോ കുറച്ച് മാത്രം മേടിച്ചിട്ടുള്ളൂ. ഐ മീൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ എന്നെക്കായി ലോ ആയിട്ടുള്ള ആളുകളുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് പർപ്പിൾ കളറുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്താ പറയുക, നമുക്ക് കാണാനൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തു. പിന്നെ എന്താ, അപ്പോൾ അത്രത്തിനും ഉള്ള വേൾഡ് വ്ളോഗ്. അപ്പോൾ ഇനി നോമ്പ് തുറയുടെ സമയമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തായിരുന്നു കേട്ടോ നോമ്പ് തുറ, ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തു. സോ നോമ്പ് തുറക്ക് പോയി. ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ എണ്ണക്കടി ഞാൻ കഴിക്കാറില്ല. സോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വ്ളോഗ് എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് ആലോചിച്ചത്. സോ ഏകദേശം ഫിനിഷ് ആവുന്ന സമയത്തായിരുന്നു കേട്ടോ എനിക്കതിന് ഓർമ്മ വന്നത്. എന്തായാലും അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. അതുപോലെ നല്ലൊരു എന്താ പറയുക, ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു മാളുണ്ടായിരുന്നു. ചെറിയ മാളാണ് കേട്ടോ. തിയേറ്ററും അതുപോലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിസോ ഉണ്ട് മെയിനായിട്ട്, അതാണല്ലോ നമ്മൾ ഫേവറേറ്റ്. സോ അവിടെ കയറി ജസ്റ്റ് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോന്നു കേട്ടോ. അത്ര ഉണ്ടായിട്ടുള്ളൂ. നല്ല അടിപൊളി കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം, ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ മേടിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് എന്തൊക്കെ വന്നിക്കണ്, പുതിയ കളക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വീഡിയോ അവസാനിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.